Welcome to the new session. Okay. 1 to 4 ഇങ്ങനെ ഇതാണ് നമ്മുടെ ലോട്ട് സൈസ്. മാക്സിമം ലോട്ട് സൈസ് 4 ആണ്. പിന്നെ മൈൻഡൊക്കെ എപ്പോഴും ട്രിഗറാവും, റിവെഞ്ച്. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് 2 എൻട്രി ഒരു പെയറിൽ ലോസ് ആയി കഴിഞ്ഞാൽ ആ പെയർ ചേഞ്ച് ചെയ്യുക. പിന്നെ നമ്മുടെ മൈൻഡിൽ ഇമോഷൻസ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ദെൻ നമ്മളുടെ റിയാക്ഷൻ, ആ ഇമോഷൻ അനുസരിച്ച് റിവെഞ്ചിൽ ഒരുപാട് റിയാക്ട് ചെയ്ത് അലമ്പാക്കാണ്ടിരിക്കുക. അത് ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടാണ്, അതുകൊണ്ടാണ് ബൈ ചെയ്തത്. നമുക്ക് നോക്കാം. മൂവ് ടു നെക്സ്റ്റ്. അതിൽ പ്രോഫിറ്റും ലോസ് നോക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല. എന്താണെങ്കിലും അത് റിസൾട്ട് വന്നു കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്താൽ മാത്രം മതി. ഇവിടെ ഒന്നും ഓപ്പർച്യൂണിറ്റി കാണുന്നില്ല. ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെല്ല് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഇത് കുറേ നേരമായിട്ട് ആ സപ്പോർട്ടിൽ കിടന്ന് കളിക്കാനായിട്ടോ. എടുത്തു. ഇവിടെ വന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ചെന്നതാണ്. ഓക്കെ, നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പണിയാവും. പണിയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു റിവെഞ്ച് വരുവാണ്. അതാണ് പ്രശ്നം. ഫോക്കസ്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. നമുക്ക് അവിടെ റീടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെല്ല് വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ JPY അല്ലേ. സെല്ല് കൊടുത്തു. ഒരു സെല്ല് വീണ്ടും കൂടെ ചെയ്തു. ഇനി ചെയ്യണ്ട. ബൈ ചെയ്തു. കഴിഞ്ഞ എത്ര ട്രേഡുകളാണ്? 15, 13, 14. കഴിഞ്ഞ 2 ട്രേഡ് ലോസാണ്. ഇത് പറ്റപ്പറ്റിയായിരുന്നു. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് നോക്കിയും കണ്ടും ചെയ്യാം ട്രേഡ്. ഇവിടെ റിട്ടേൺ കിട്ടിയ പൈസ ഇവിടെ ഈ ഭാഗത്തേക്ക് വരേണ്ടതാണ്. പ്രോഫിറ്റായി. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബൈ ചെയ്തിരുന്നു സപ്പോർട്ടിൽ. ഓക്കെ, ഇവിടെ സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടി. ഇവിടെ ഈ ഭാഗത്തൊരു റെസിസ്റ്റൻസ് ഉണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സെല് ചെയ്താൽ മതി. അതിൽ നോക്കി ഒരു വിക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ചെയ്യാം. വിക്ക് ക്രിയേറ്റ് ചെയ്യണം. നമുക്ക്
നമുക്കൊരു ട്രേഡ് എടുക്കാൻ എത്ര ടൈമിങ് അങ്ങനെയൊന്നുമില്ല കേട്ടോ. അതായത് പിന്നെ ഈ സെഷനിൽ ഇത്ര ട്രേഡ് എടുക്കണമെന്നോ അങ്ങനെ ഒരുവിധ ലിമിറ്റുകൾ നമുക്കില്ല. നമുക്ക് എത്ര വേണമെങ്കിലും വെയിറ്റ് ചെയ്യാം ഒരു ട്രേഡ് എടുക്കാൻ വേണ്ടി. നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ മാത്രം ട്രേഡ് ചെയ്യുക, അങ്ങനെയാണ്. അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പരിപാടി 2 പ്രാവശ്യം ചെന്നു ഇങ്ങോട്ട്. വേറെ എന്തെങ്കിലും സാധനം ഉണ്ടോ അവിടെ? ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. ഇത് സെല്ല് ചെയ്തു. ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 വിക്കില്ലേ വേണ്ട, ഈ വിക്കും ആ വിക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി താഴേക്ക് വരുമെന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്തത്. ഇവിടെ ഒരു സെല്ലുണ്ടായിരുന്നല്ലോ, ഇവിടെ ഒരു സെല്ല് ചെയ്ത് റെസിസ്റ്റൻസ് ആണ്, സെക്കൻഡറി ടച്ച് ആണ്, അതുകൊണ്ടാണ് സെല്ല് ചെയ്തത്. നോക്കാം. ഇവിടെ അഗൈൻ സെക്കൻഡറി ടച്ചിലോട്ട് വരുന്നുണ്ട്. JOD ഓക്കെ, ഇത് പ്രോഫിറ്റായി. നമ്മൾ ഉദ്ദേശിച്ച പോലെ ആ വിക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി വന്നു. ഇവിടെ പറയാൻ പറ്റില്ല. ഓക്കെ, പോട്ടെ. ലാസ്റ്റ് നിമിഷം അത് ലോസായി. ഇവിടെ നോക്കി, ഇത് പറയാൻ പറ്റില്ല, അത് ബ്രേക്ക് ചെയ്ത് ചിലപ്പോൾ പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുക്കാതിരുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ചുകൂടി നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള സാധനം എടുക്കാനായിരിക്കും നല്ലത്. സപ്പോർട്ടുണ്ട്, ഒരു വിക്ക്, ലോങ് വിക്ക് ക്രിയേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ബൈ ചെയ്തു. റിസൾട്ട് നമുക്ക് പിന്നെ നോക്കാം കേട്ടോ. ഇവിടെ സെല്ലാവാൻ ചാൻസ് ഉണ്ടല്ലോ ബ്രേക്ക് ചെയ്ത്. സപ്പോർട്ടുണ്ട്, മിഡിലാണ് സപ്പോർട്ട് എന്ന് വെച്ചാൽ ബ്രേക്ക് ചെയ്താൽ താഴേക്ക് വരും. ഇവിടെ ഓക്കെ, ഈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ മൂവിങ് ആവറേജിന് അടുത്തല്ലേ. കുറച്ച് മൂവിങ് ആവറേജ് നഗലിയാണെങ്കിലാണ് നമുക്കത് സ്ട്രോങ് ആയിട്ട് സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചെയ്തില്ല. ഓക്കെ, ദിസ് വൺ ലുക്സ് ഗുഡ്. Okay, very good. സപ്പോർട്ടിലായിരുന്നു. ഈ സപ്പോർട്ടിൽ വന്നിട്ട് മേളിലോട്ട് പോകുള്ളൂ മിക്കവാറും. ഒരു 1 മിനിറ്റാണ് എടുത്തത്, വേണമെങ്കിൽ ഒരു 3 മിനിറ്റൊക്കെ എടുക്കുമായിരുന്നു. ഓക്കെ, നമുക്ക് അങ്ങനെ എടുക്കാമായിരുന്നു തോന്നൽ വന്നു. ഈ ട്രേഡ് ഓക്കെ ആണോ അല്ലയോ എന്നുള്ളൊരു തോന്നൽ മനസ്സിലുണ്ട്. ഒരു ട്രേഡ് കൂടെ എടുക്കാൻ തോന്നുന്നുണ്ട്. നമുക്ക് തൽക്കാലം ചേഞ്ച് ചെയ്യാം. ഇവിടെ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, ഇത് സെല്ല് ചെയ്യാമായിരുന്നു എന്നുള്ള തോന്നൽ മനസ്സിൽ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ചെയ്യാനായിട്ട് ഈ ഭാഗത്തൊരു റെസിസ്റ്റൻസ് ഉണ്ട്.
ഒരു ലാസ്റ്റ് 5 മിനിറ്റാണ്. ഓൾറെഡി 10 മിനിറ്റ് കഴിഞ്ഞു ഈ സെഷൻ്റെ. മാറ്റി വയ്ക്കുക, പറ്റായിരിക്കും. ലാസ്റ്റ് നിമിഷം ഇത് ലോസിലോട്ട് പോയി കഴിഞ്ഞാലേ പണിയാവും. ഓക്കെ, അത് പ്രോഫിറ്റായി. പക്ഷേ ഭയങ്കര മൂവ്മെൻ്റ് അല്ല ഉദ്ദേശിച്ചത്. ഈ സപ്പോർട്ട് വേണ്ട, എന്തോ ഈ സപ്പോർട്ട് വേണ്ട, ആ സപ്പോർട്ടിലോട്ട് വരും. വന്നിട്ടാണ് വേറൊരു മൂവ്മെൻറ്റ് ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ. അങ്ങനെ തോന്നി. നത്തിങ്. ഇവിടെ സപ്പോർട്ടുണ്ട്, ആ സപ്പോർട്ടിൽ ബൈ ചെയ്തു. ബ്രേക്ക് ചെയ്ത് നമുക്കൊന്നും പറയാനില്ല, ഇനി ചെയ്യണ്ട. നമുക്ക് ഇനി എക്സ്ട്രാ ട്രേഡ് എടുക്കണ്ട. ഓക്കെ, ഇവിടെ വീണ്ടും സപ്പോർട്ടിലോട്ട് വരുന്നുണ്ട്. ഇനി സപ്പോർട്ടിലൊന്ന് ടച്ച് ചെയ്ത് അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് പോകട്ടോ. അപ്പോൾ വേണമെങ്കിൽ സെല്ല് ചെയ്യാം. പുറത്ത് നല്ല മഴക്കാർ. നമുക്കിത് നോക്കാം. യൂറോ USD ഇത് സപ്പോർട്ടാണ്. സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഒന്നുകൂടി വന്ന് ബ്രേക്ക് ചെയ്ത് സെല്ല് ചെയ്യാം. സെല്ല് ചെയ്തു. പൊട്ടി താഴേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നി. നമുക്കൊരു ട്രെൻഡ് ലൈൻ വരച്ചിട്ട് അടുത്ത പെയറിലോട്ട് പോകാം. ഇവിടെ നിന്നൊരു ട്രെൻഡ് ലൈൻ ഉണ്ട് ഇങ്ങനെ, കണ്ടോ? ഓക്കെ, സോറി, ഇത് കിട്ടിയില്ല. പക്ഷെ മൾട്ടിപ്പിൾ ട്രേഡ് എടുക്കാൻ തോന്നുന്നുണ്ട്. ഇവിടെ എടുക്കുന്നില്ല. ഇവിടെ ഒരു സപ്പോർട്ടാണ്. മേളിലോട്ടും പോകുന്നില്ല, താഴേക്കും വരുന്നില്ല. ഒടിഞ്ഞെടുക്കുന്ന റിസ്ക്. ഓക്കെ, ഇവിടെ ആക്ച്വലി ഞാൻ ബൈ ചെയ്യുക എന്നുള്ള ഒരു നിൽക്കുകയായിരുന്നു. പക്ഷേ കറക്റ്റായിട്ടുള്ളൊരു ഇത് ഉണ്ടാവുന്നില്ല. അവിടെ സപ്പോർട്ട് കറക്റ്റായിട്ട് ഉള്ളതല്ല. ഇവിടെ നമ്മൾ ചെയ്തിരുന്നത് സെല്ലായിരുന്നു. ഇത് പ്രോഫിറ്റ് കിട്ടി. ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആൻഡ് സപ്പോർട്ട് ബ്രേക്കാണത്. ഇവിടെ സെല്ല് ചെയ്തു. സെല്ല് ചെയ്യാൻ കാരണം ഈ സപ്പോർട്ടിലോട്ട് വീണ്ടും വരുമെന്നുള്ളൊരു ചിന്തയിലായിരുന്നു. മൾട്ടിപ്പിൾ ട്രേഡ് എടുത്തു. ഇപ്പോൾ ട്രേഡ് ഇത്തിരി ഓവറായി പോലെ തോന്നുന്നുണ്ട്. പെയർ മാറ്റാം. 3 ട്രേഡ് എടുത്തു. ഇവിടെ 4 ട്രേഡ് എടുത്ത് കൈവിട്ട് പോകണോ? ഇത്തിരി ഓവറായി പോട്ടെ ബ്രോ. അതായത് ഓരോ ട്രേഡ് എടുത്ത് സസ്റ്റെയിൻ ചെയ്ത് നിന്നാൽ മതിയായിരുന്നു. ഇപ്പോൾ എത്ര ട്രേഡ് എടുത്തു? ഇവിടെ 7 ട്രേഡ്. 2 സിംഗിൾ ട്രേഡ് എടുത്താൽ മതിയായിരുന്നു. ഓൾറെഡി സമയം കഴിയാറായി. 1 മിനിറ്റ് കൂടി ഉള്ളൂ. എല്ലാം ലോസിലാണ്. ജസ്റ്റ് ഒറ്റപ്പറ്റി നമുക്കിത് പ്രോഫിറ്റ് കിട്ടി. ഭാഗ്യം. ജസ്റ്റായിരുന്നു. ഇറ്റ്സ് ഓക്കെ. എന്തായാലും ഈ സെഷൻ കഴിഞ്ഞു, ടൈം കഴിഞ്ഞു.